1954 ഗുജറാത്തിൽ ജനിച്ച അർഷദ് മേത്ത 1990 കാലഘട്ടങ്ങളിൽ തന്നെ ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ വരികയാണ്. ഇദ്ദേഹം പണം സമ്പാദിക്കാൻ വേണ്ടി ഇദ്ദേഹം സെലക്ട് ചെയ്ത മാർഗം എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ തന്നെയായിരുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഇദ്ദേഹം പണം ഇൻവെസ്റ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹം വിഡ്രോ ചെയ്യുന്ന ടൈമിന് കോടികളായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് വന്ന് കുമിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അമിതാഭ് ബച്ചൻ അതുപോലെ തന്നെ ദ ബിഗ് ബുൾ എന്ന പേരുകളെല്ലാം ഇദ്ദേഹം അറിയപ്പെട്ടു. പിന്നീട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ലേബൽ പുറത്തു വരികയാണ്. 1992 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്കാമിന്റെ വാർത്തയും കാര്യങ്ങളുമായിരുന്നു അർഷദ് മേത്തയുടെ ലേബലും കൊടുത്തുകൊണ്ട് തന്നെ അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കുന്നതാണെങ്കിൽ 2500 കോടിയിലധികം രൂപയാണ് ഇദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റ് വഴി സ്കാമും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അർഷദ് മേത്ത എന്ത് തരത്തിലുള്ള സ്കാമാണ് ചെയ്തത്, അതുപോലെ തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ ഇദ്ദേഹം വരാനുണ്ടായ കാരണം എന്താണ് എന്നതിനെ കുറിച്ചാണ്. 1954 ഗുജറാത്തിൽ ജനിച്ച അർഷദ് മേത്ത സാധാരണ കുടുംബത്തിലായിരുന്നു ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ അച്ഛനിക്കാണെങ്കിൽ ടെക്സ്റ്റൈൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇദ്ദേഹത്തിന് പഠിപ്പിന് വലിയ രീതിയിലുള്ള താല്പര്യം കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് ക്രിക്കറ്റിനോട് തന്നെയായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിന്റെ സ്കൂൾ പഠിപ്പും കാര്യങ്ങളൊക്കെ അവസാനിച്ചു. പിന്നീട് ഇദ്ദേഹം ഉപരിപഠനത്തിന് വേണ്ടി ബോംബെയിലോട്ട് പോവുകയാണ്. 1976 ബികോം ഇദ്ദേഹം കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തിന് വേണ്ട പണത്തിനും കാര്യങ്ങൾക്കും വേണ്ടി തന്നെ അവിടെ സെയിൽസ് അതുപോലെ തന്നെ വിവിധ തരം ബിസിനസ്സുകളിലും ഇദ്ദേഹം ജോലി ചെയ്ത് വരികയാണ്. പിന്നീട് ഇദ്ദേഹം ന്യൂ ഇന്ത്യ അഷേർഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം ലഭിക്കും. പിന്നീട് ആ കമ്പനിയിൽ ഇദ്ദേഹം പോയി ജോയിൻ ചെയ്യുകയും ചെയ്തു. ആ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തിന് സ്റ്റോക്ക് മാർക്കറ്റുകളെ കുറിച്ച് ഇദ്ദേഹത്തിന് വിവരവും കാര്യങ്ങളും ലഭിക്കുന്നത്. പിന്നീട് ഇദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റുകളെ കുറിച്ച് മുഴുവൻ പഠിക്കുകയും ചെയ്തു. പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റുകളിലെ ഒരു ബ്രോക്കർ ആവാൻ വേണ്ടി ഇദ്ദേഹം തീരുമാനിച്ചത് കൊണ്ട് തന്നെ ആ കമ്പനിയിൽ നിന്നും ഇദ്ദേഹം പുറത്തോട്ട് വരികയാണ്. പിന്നീട് ഇദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റുകളെ കുറിച്ച് വളരെയധികം വലിയ രീതിയിൽ തന്നെ വിശദീകരിച്ച് പഠിക്കുകയും പിന്നീട് ഇദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റുകളിൽ തന്നെ ഒരു ബ്രോക്കർ ആവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തിന് 30-ാം വയസ്സിൽ തന്നെ അതായത് സ്റ്റോക്ക് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് 1984 ഇദ്ദേഹം ഈ കമ്പനി തുടങ്ങിയത്. പിന്നീട് ധാരാളം ആളുകളിൽ നിന്നും ഇദ്ദേഹം പണം വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും പിന്നീട് വളരെയധികം വലിയ രീതിയിൽ തന്നെ സക്സസ് ആവുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹം ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് തനിക്ക് സ്റ്റോക്ക് മാർക്കറ്റുകളിലെ സ്റ്റോക്കിന്റെ വാല്യൂ കൂട്ടാനും കുറക്കാനും സാധിക്കില്ല എന്ന്. അതിനെക്കുറിച്ച് ഇദ്ദേഹം റിസർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. അതിനുവേണ്ടി ഇദ്ദേഹത്തിന് ഒരു ആൻസർ കിട്ടുകയും ചെയ്തു. അതായത് ഒരു കമ്പനിയുടെ ആരും വാങ്ങിക്കാത്ത ഒരു ചെറിയൊരു കമ്പനിയുടെ സ്റ്റോക്ക് ഇദ്ദേഹം വാങ്ങിക്കും. അതായത് കോടികൾ മുടക്കിയിട്ടായിരിക്കും ഈ സ്റ്റോക്കും കാര്യങ്ങളും വാങ്ങിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 10 രൂപയുടെ ഒരു സ്റ്റോക്ക്, ആ 10 രൂപയുടെ സ്റ്റോക്ക് ഇദ്ദേഹം കോടികൾ മുടക്കിയിട്ട് ഇദ്ദേഹം വാങ്ങിക്കുകയും പിന്നീട് ഇതിന്റെ സ്റ്റോക്കിന്റെ വാല്യൂ പമ്പ് ചെയ്ത് ഉയർത്താൻ തുടങ്ങുകയും ചെയ്യും. ഈ 10 രൂപയുടെ സ്റ്റോക്ക് പിന്നീട് 500 രൂപയാകും. ഏകദേശം ഒരു സ്റ്റോക്ക് വാങ്ങിക്കണമെങ്കിൽ തന്നെ പിന്നീട് 500 രൂപയാകും. ആ 500 രൂപയാകുന്ന ടൈമിൽ ഇദ്ദേഹം മുഴുവൻ പണം പിൻവലിക്കുകയാണ് ചെയ്യുക. അതായത് ഈ സ്റ്റോക്ക് ഇദ്ദേഹത്തിന് മുഴുവൻ സെയിൽ ചെയ്യും. അന്നേരം ഇദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ലാഭം എന്ന് പറയുന്നത് 490 രൂപയാണ്. ഇത്തരത്തിൽ ഇദ്ദേഹം ചിന്തിക്കുകയാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ സാധാരണക്കാരനായ ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് തന്നെ ഇദ്ദേഹം വളരെയധികം വലിയ രീതിയിൽ തന്നെ ഇരുത്തി ആലോചിക്കുകയാണ്. ഇത്തരത്തിൽ തന്നെ കോടിക്കണക്കിന് 100 കോടിയിലധികം വരുന്ന പണം ഇദ്ദേഹത്തിന് വേണമായിരുന്നു. ഇത്തരത്തിൽ തന്നെ ഈ പണം ആരുടെ കയ്യിലാണ് ഉണ്ടാവുക എന്ന രീതിയിൽ ഇദ്ദേഹം അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. അന്നേരമാണ് ഇദ്ദേഹത്തിന് ഒരു ആൻസർ ലഭിച്ചത്. അത് ഇന്ത്യയിൽ തന്നെ നിൽക്കുന്ന വിവിധ തരം ബാങ്കുകളുടെ കയ്യിൽ തന്നെയാണ് കോടികളോളം ഇത്തരത്തിൽ ഉള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചിന്തിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ബാങ്കുകൾക്ക് ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരമായിട്ട് ഈ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ബൗണ്ട് വാങ്ങിക്കണം. ആ ബൗണ്ട് എന്ന് പറയപ്പെടുന്നത് ഇത്തരത്തിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ വേറൊരു രീതി തന്നെയായിരുന്നു. ഈ ബാങ്കുകൾ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ബൗണ്ട് വാങ്ങിക്കും ധാരാളം പണം കൊടുത്തിട്ട്. പിന്നീട് ഗവൺമെന്റ് കൊണ്ടുപോയിട്ട് ഇത്തരത്തിൽ തന്നെ ഇത് കൊണ്ടുപോയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് ചെറിയ രീതിയിലുള്ള കമ്മീഷൻ കിട്ടും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇദ്ദേഹം മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ വേണ്ട തരത്തിലുള്ള ബൗണ്ട് ഇല്ലാത്ത ബാങ്കുകൾ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനമായിട്ട് തന്നെ ഉള്ള ബാങ്കുകളിൽ നിന്നും ഇദ്ദേഹം ബൗണ്ട് വാങ്ങിച്ചിട്ട് ഈ ബാങ്കുകൾക്ക് കൊടുക്കണം. ഇത്തരത്തിൽ തന്നെ ഈ ബാങ്കുകൾക്ക് ഡയറക്റ്റ് ഇടപാട് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളും അന്നത്തെ കാലത്തില്ല. അതിന്റെ പകരമായിട്ട് തന്നെ ഇതിന്റെ നടുക്കുണ്ടായിരുന്നത് ബ്രോക്കർമാരായിരുന്നു.
ഏറ്റവും കൂടുതൽ ബൗണ്ടുള്ള ബാങ്കിനെ ഇവർ അന്വേഷിച്ച് കണ്ടുപിടിക്കും. തീരെ ബൗണ്ടില്ലാത്ത ബാങ്കുകൾക്ക് വേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ 100 കണക്കിന് കോടി രൂപകൾ ഇവർ വാങ്ങിച്ചതിന് ശേഷം ഉള്ള ബാങ്കിൻ്റെ അടുത്തുള്ള ബൗണ്ടും കാര്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇല്ലാത്ത ബാങ്കുകൾക്ക് കൊടുക്കും. ഇതിൽ നിന്ന് ഈ ബ്രോക്കർമാർക്ക് കിട്ടുന്നുണ്ടായിരുന്നത് കമ്മീഷനായിരുന്നു. ഇദ്ദേഹത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ഇരുത്തി ചിന്തിക്കുകയും പിന്നീട് ഈ കാര്യത്തിലോട്ട് ഇദ്ദേഹം ഇറങ്ങിയാണ്. അദ്ദേഹത്തിൽ തന്നെ 2-3 ബാങ്കുകളെ ഇദ്ദേഹം സമീപിക്കുകയും പിന്നീട് ഇദ്ദേഹത്തിൽ തന്നെ ബൗണ്ട് വാങ്ങിക്കേണ്ടതും അതുപോലെ തന്നെ ബൗണ്ട് വിൽക്കേണ്ട ബാങ്കുകളും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ബാങ്കിൻ്റെ അടുത്ത് നിന്നും പോയിട്ട് 100 കണക്കിന് കോടി രൂപ ഇദ്ദേഹം ബൗണ്ട് വാങ്ങിക്കാൻ വേണ്ടിയുള്ള പണം ഇദ്ദേഹം വാങ്ങിച്ചു കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബാങ്കിൻ്റെ അടുത്ത് നിന്നും വിൽക്കേണ്ട ബൗണ്ട് ഇദ്ദേഹം വാങ്ങിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ബൗണ്ടും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പണവുമുണ്ട്. ഈ 100 കണക്കിന് കോടി വരുന്ന പണം ഇദ്ദേഹം വലിയ രീതിയിൽ തന്നെ ഫേമസും കാര്യങ്ങളും ആവാത്ത കമ്പനികൾ കൊണ്ടുപോയിട്ട് ഇദ്ദേഹം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യല്. അതായത് ഏകദേശം ഒരു ഉദാഹരണം പറയുകയാണ്, അന്നത്തെ കാലത്ത് ഇദ്ദേഹം ചെയ്തൊരു കമ്പനി എന്ന് പറയപ്പെടുന്നത് ACC എന്ന് പറയുന്ന കമ്പനീൻ്റെ അകത്ത് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 200 രൂപയാണ്. ആ 200 രൂപയുള്ള സ്റ്റോക്കിൻ്റെ കമ്പനീൻ്റെ അകത്ത് ഇദ്ദേഹം കൊണ്ടുപോയിട്ട് ധാരാളം പണം ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന് 100 കണക്കിന് വരുന്ന കോടി രൂപ ഇദ്ദേഹം കൊണ്ടുപോയിട്ട് ഈ ബാങ്കിൻ്റെ പണം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും ഈ പണം പമ്പ് ചെയ്യാൻ തുടങ്ങും. അതായത് പിന്നീട് ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടി വരും. ഈ കമ്പനിയുടെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വിവിധ ആൾക്കാരും വന്നുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. പിന്നീട് ഇദ്ദേഹത്തിന് ഇത് പമ്പ് ചെയ്ത് 9,000 രൂപയിലോട്ട് ഇദ്ദേഹത്തിന് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തു. പിന്നീട് ഈ 9,000 രൂപ എത്തിയപ്പോൾ പിന്നീട് ഇദ്ദേഹം ഈ പീക്ക് ലെവലിൽ എത്തിയത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ മുഴുവൻ സെയിൽ ചെയ്യുകയാണ് ചെയ്തത്. അതോടുകൂടി തന്നെ ആ മാർക്കറ്റ് ഇടിയുകയും ചെയ്യും. ഇദ്ദേഹത്തിൽ തന്നെ ഇദ്ദേഹം ഈ കാര്യത്തിലോട്ട് ചെയ്യുകയാണ്. ഇദ്ദേഹത്തിൽ തന്നെ ബാങ്കുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പണം ഇദ്ദേഹം ഡയറക്റ്റ് തന്നെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും പിന്നീട് ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ പമ്പ് ചെയ്ത് കൂട്ടുകയും ചെയ്യും. പിന്നീട് വളരെയധികം വലിയ രീതിയിലുള്ള പീക്ക് ലെവലിൽ എത്തുമ്പോൾ ഇദ്ദേഹം ആ സ്റ്റോക്കുകൾ മുഴുവൻ സെയിൽ ചെയ്യുകയാണ് ചെയ്യല്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വന്ന് കുമിഞ്ഞു കൂടുന്നത് കോടികളായിരുന്നു. പിന്നീട് ഇത് വേണ്ട ബാങ്കുകൾക്ക് നേരെ കൊണ്ടുപോയിട്ട് ഈ വാങ്ങിച്ച പണം നേരെ കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ ബൗണ്ട് വേണ്ട ബാങ്കുകൾക്ക് ഇദ്ദേഹം നേരെ കൊണ്ടുപോയിട്ട് ബൗണ്ട് കൊടുക്കും. ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹം കോടികൾ ഇങ്ങനെ സമ്പാദിക്കാൻ തുടങ്ങിയാണ്. ഇത്തരത്തിൽ തന്നെ പലതരത്തിലുള്ള ബാങ്കുകളിൽ ഇദ്ദേഹം ബന്ധപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് അമിതാഭ് ബച്ചൻ അതുപോലെ തന്നെ ദ ബിഗ് ബുൾ എന്ന പേരുകളെല്ലാം ഇദ്ദേഹം അറിയപ്പെടാനും തുടങ്ങി. യുവാക്കൾക്കെല്ലാം വളരെയധികം വലിയ രീതിയിലുള്ള ഒരു പ്രചോദനമായിരുന്നു ഇദ്ദേഹം. പിന്നീട് ഇദ്ദേഹം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പണങ്ങളെല്ലാം ഇങ്ങനെ സമ്പാദിക്കുന്നത്, അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള മാർഗം കൊണ്ടാണ് ഇദ്ദേഹം പണം സമ്പാദിക്കുന്നത് എന്ന രീതിയിൽ അന്വേഷിക്കാനൊക്കെ ആളുകൾ വരാൻ തുടങ്ങിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ലേഡി ജേർണലിസ്റ്റും കൂടി ഇത്തരത്തിൽ തന്നെ ഇവർ അന്വേഷണം തുടങ്ങുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, തനിക്ക് എന്തുകൊണ്ട് ബൗണ്ട് എന്ന് പറയപ്പെടുന്ന കാര്യം എന്തുകൊണ്ട് ബാങ്കുകളുടെ അടുത്ത് പോയിട്ട് റിസീറ്റും കാര്യങ്ങളും വാങ്ങിച്ചിട്ട് ഇപ്പോഴത്തെ ബാങ്കിന് കൊടുക്കേണ്ട എന്താവശ്യമാണ്, ഇദ്ദേഹത്തിന് തന്നെ ഈ ബാങ്ക് റിസീറ്റ് നിർമ്മിച്ചൂടെ എന്ന രീതിയിൽ ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹത്തിന് 2 ബാങ്കുകളും ഇദ്ദേഹത്തിന് സഹായം ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിൽപ്പെട്ട ബാങ്കിൻ്റെ പേരായിരുന്നു മെട്രോപൊളിറ്റൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് കറക്റ്റ് എന്ന് പറഞ്ഞ ഈ 2 ബാങ്കുകളായിരുന്നു ഇദ്ദേഹത്തിനെ സഹായിക്കുകയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം നേരെ കൊണ്ടുപോയിട്ട് ഈ റിസീറ്റുകൾ ബാങ്കുകൾക്ക് കൊടുക്കുകയും പിന്നീട് അതിൽ നിന്ന് പണം ഇദ്ദേഹം കൊണ്ടുവരികയും ചെയ്യും. പിന്നീട് ഇദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹം സ്റ്റോക്കുകൾ പമ്പ് ചെയ്ത് ഇതിൻ്റെ വാല്യൂ കൂട്ടുകയും ചെയ്യും. വാല്യൂ കൂട്ടിയതിന് ശേഷം പിന്നീട് ഇതിൻ്റെ പീക്ക് ലെവലിലെത്തിയതിന് ശേഷം ഇദ്ദേഹം പിന്നീട് അതിൽ നിന്നും പണം പിൻവലിക്കുകയും ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സ്കാമാണ് ഇദ്ദേഹം ചെയ്തത്. അതായത് ബാങ്കിൻ്റെ റിസീറ്റ് ഇദ്ദേഹം തന്നെത്താൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതുകൊണ്ട് ഇദ്ദേഹം ഉണ്ടാക്കിയ പണം എന്ന് പറയുന്നത് 2,500 കോടിയിലധികം പണമാണ്. ഇന്നത്തെ രീതിയിലുള്ള വാല്യൂം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2,500 കോടിയിലധികം വരുന്ന പണമാണ് ഇദ്ദേഹം അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലൂടെ ഒരു ലേഡി ജേർണലിസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പിറകെ നടന്നുകൊണ്ട് ഇദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. 1990 കാലഘട്ടത്തിൽ എത്തിയപ്പോൾ തന്നെ ഇദ്ദേഹം വളരെയധികം വലിയ രീതിയിലുള്ള ഒരു പണക്കാരനാവുകയും ചെയ്തിരുന്നു. അംബാനിയുടെ വീട്ടിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇദ്ദേഹം അംബാനിയേക്കാൾ വലിയ വീട് ഇദ്ദേഹം കെട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം വലിയ രീതിയിലുള്ള ആഡംബര വാഹനങ്ങൾ തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാർപോച്ചുകളിൽ കാണാൻ കഴിഞ്ഞത്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഡംബര കാറുകൾ തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാർപോച്ചുകളിലെല്ലാം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് 1992 ഏപ്രിൽ മാസത്തിൽ സജിത തലാൽ എന്ന് പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഡി ജേർണലിസ്റ്റ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇദ്ദേഹം ചെയ്യുന്നതെല്ലാം കൊണ്ടുപോയിട്ട് ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുന്നത്. പിന്നീട് അവൻ ആ വാർത്ത പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇദ്ദേഹം ചെയ്ത സ്കാം, അതായത് ബാങ്കുകളിൽ നിന്ന് ഇത്തരത്തിൽ തന്നെ പൗണ്ടുകൾ ഇദ്ദേഹം
സ്വയമായിട്ട് റിസീറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ പണം വാങ്ങിക്കും. പിന്നീട് ഇദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹം സ്റ്റോക്കുകൾ പമ്പ് ചെയ്ത് ഇദ്ദേഹം വാല്യൂ കൂട്ടിയതിന് ശേഷം അതിൻ്റെ പീക്ക് ലെവലിൽ എത്തിയിട്ട് ഇദ്ദേഹം സ്റ്റോക്ക് വിൽക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ലേഡി ജേർണലിസ്റ്റ് മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത സാധാരണക്കാർ ഇദ്ദേഹത്തിൽ തന്നെ എല്ലാ സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഇദ്ദേഹമാണ് പമ്പ് ചെയ്ത് കൂട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് ഇതുപോലെ തന്നെ പീക്ക് ലെവലിൽ എത്തിയിട്ടുള്ള സ്റ്റോക്കുകൾ മുഴുവൻ സാധാരണക്കാർ മുഴുവൻ പിൻവലിക്കുകയാണ് ചെയ്തത്. ഇതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് മുഴുവൻ ക്രാഷ് ആവുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പണം വളരെയധികം വലിയ രീതിയിലുള്ള ലോസിലോട്ടാണ് പോയത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പണം കൊടുത്ത ബാങ്കുകൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പണം ചോദിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പണം മുഴുവൻ ഇദ്ദേഹം കൊണ്ടുപോയി സ്റ്റോക്ക് മാർക്കറ്റിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തത്. അതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പണവും കാര്യങ്ങളും ഇല്ല. ഇതൊക്കെ കൊണ്ട് തന്നെ 1992 നവംബർ മാസം 30 ഇദ്ദേഹത്തിന് CBI അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 70ഓളം ക്രിമിനൽ കുറ്റവും അതുപോലെ തന്നെ പലതരത്തിലുള്ള കേസും കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ മേൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇദ്ദേഹം 9 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചു. 9ാം വർഷം, അതായത് 47 വയസ്സായപ്പോൾ ഇദ്ദേഹത്തിന് കാർഡിയാക്കിൻ്റെ അസുഖവും കാര്യങ്ങളും ബാധിച്ചതുകൊണ്ട് തന്നെ അവിടെ ജയിലിൽ കടന്ന് ഇദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വായനപ്പിയാണ്. ഇതിന് നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.